ഹായ് ഫ്രണ്ട്സ്, മലം പോകുമ്പോൾ കടുത്ത ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ടോ? മലദ്വാരത്തിൽ നിന്നൊരു തടിപ്പ് പോലെ പുറത്തേക്ക് വരുന്നുണ്ടോ? മലം പോകുമ്പോഴുള്ള അസഹ്യമായിട്ടുള്ള വേദന അല്ലെങ്കിൽ ചൊറിച്ചിൽ കാരണം ബാത്റൂമിൽ പോകാൻ പോലും പേടി തോന്നുന്നുണ്ടോ? ഇതോടൊപ്പം മലബന്ധത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങൾ കൊണ്ടായിരിക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ. സോ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും, ഈ ബുദ്ധിമുട്ട് നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. പലരും ഒ പിയിൽ വരുന്ന സമയത്ത് ഡോക്ടർ എനിക്ക് പൈൽസ് ആണ്, നല്ല വേദനയാണെന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നുണ്ടായിരിക്കാം. നമ്മൾ പരിശോധിക്കുന്ന സമയത്താണ് അത് ഫിഷറോ ഫിസ്റ്റുലയുടെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ പലർക്കും ഈ ഫിഷർ, ഫിസ്റ്റുല എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എന്താണ് ഇതിന് പൈൽസുമായിട്ടുള്ള വ്യത്യാസം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. പൈൽസ് അഥവാ മെഡിക്കൽ ടേംസിൽ നമ്മളതിനെ ഹെമറോയിഡ്സ് എന്ന് പറയും, അഥവാ മൂലക്കുരു എന്ന് പറയുന്നത് മലദ്വാരത്തിനകത്തുള്ള രക്തക്കുഴലുകൾ തടിച്ച് വീക്കം വരുന്നതിനെയാണ്. സാധാരണഗതിയിൽ ഇത് അത്ര പെയിൻഫുൾ അല്ല. ഈ പൈൽസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. അതായത് മലദ്വാരത്തിന് ഉള്ളിലായിട്ട് വരുന്ന ഇന്റേണൽ പൈൽസും ഉണ്ട്, പിന്നെ മലദ്വാരത്തിന് പുറത്തായിട്ട് വരുന്ന എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഈ ഇന്റേണൽ പൈൽസിന് യൂഷ്വലി വേദനയോ ചൊറിച്ചിലോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ബ്ലീഡിങ് ഉണ്ടാവും. അതായത് മലം പോയി കഴിഞ്ഞതിന് ശേഷം തുള്ളിത്തുള്ളിയായിട്ട് ബ്ലീഡിങ് പോകാം. അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ പലരും തിരിച്ചറിയാൻ വൈകാറുണ്ട്. കാരണം പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് ആയിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ മലം പോയിട്ട് പിന്നീട് ബ്ലീഡിങ് പോയാലും നമ്മൾ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതങ്ങ് ഫ്ലഷ് അടിച്ച് കളയും. അതിൽ ബ്ലീഡിങ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിയാൻ വൈകാറുണ്ട്. പിന്നെ ഇന്റേണൽ പൈൽസിനെ നമ്മൾ 4 ഗ്രേഡായിട്ട് പറയും. അതിൽ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ഈ ഒരു തടുപ്പ് മലദ്വാരത്തിനകത്തായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം, പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. ഇതാണ് ഗ്രേഡ് 1 എന്ന് പറയുന്നത്. ഇനി ഗ്രേഡ് 2 എന്ന് പറയുന്നത്, അതായത് മലം പോകുന്ന സമയത്ത് ഈ ഒരു തടുപ്പ് പുറത്തേക്ക് വരികയും മലം പോയി കഴിഞ്ഞാൽ അത് പിന്നെ തനിയെ ഉള്ളോട്ട് കയറിപ്പോവുകയും ചെയ്യും. ഇതാണ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഇനി ചില അവസരങ്ങളിൽ മലം പോകുന്ന സമയത്ത് ഈ ഒരു തടുപ്പ് പുറത്തേക്ക് വരികയും മലം പോയി കഴിഞ്ഞാൽ അത് തനിയെ ഉള്ളോട്ട് കയറി പോകില്ല, നമുക്ക് കൈകൊണ്ട് തള്ളി കയറ്റി വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതാണ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ഇനി ഗ്രേഡ് 4 ആവുന്ന സമയത്ത് ഈ ഒരു തടുപ്പ് എപ്പോഴും സ്ഥിരമായിട്ട് പുറത്ത് തന്നെയായിട്ട് ഇരിക്കും. നമ്മൾ കൈകൊണ്ട് തള്ളി കയറ്റി വെച്ച് കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും അത് ഉള്ളോട്ട് കയറില്ല. അപ്പോൾ ഇതാണ് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ പൈൽസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ഈ ഒരു തടുപ്പ് നമുക്ക് പുറത്തെപ്പോഴും ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ചൊറിച്ചിൽ, അതുപോലെ മലം പോകുന്ന സമയത്ത് അല്ലാതെയൊക്കെ ആയിട്ട് വേദന വരാം. അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് തടുപ്പ് തള്ളി നിൽക്കുന്നത് കാരണം ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു ഡിസ്കംഫേർട്ട് വരാം. ചില അവസരങ്ങളിൽ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൈൽസിന് രക്തം കട്ട പിടിക്കാം. അതിനെ നമ്മൾ ത്രോംബോസിസ് എന്ന് പറയും. ഈ ഒരു അവസരത്തിൽ നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള പൈൽസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പൈൽസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. അതിലൊന്നാണ് ദീർഘകാലമായിട്ടുള്ള മലബന്ധം. ഇതൊരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള ഡയറിയയും പൈൽസ് വരാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അമിത ഭാരം ഇതിനൊരു കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികളിലും പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. നമ്മുടെ അരക്കെട്ടിലോ വയറിലോ വരുന്ന അമിതമായിട്ടുള്ള പ്രഷർ ഇത് മലദ്വാരത്തിനകത്തുള്ള രക്തക്കുഴലുകൾ തടിച്ച് വീക്കം വന്ന് പൈൽസ് വരാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാരണമാണ് ഫൈബർ അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പല ആൾക്കാരുണ്ട് ഒത്തിരി ടൈം ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർ. ഇങ്ങനെ ഒത്തിരി ടൈം ഇരുന്ന് മോഷന് വേണ്ടി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് മലദ്വാരത്തിനകത്തുള്ള രക്തക്കുഴലുകൾ തടിച്ച് വീക്കം വന്ന് പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിൽ പോലും ടോയ്ലറ്റിൽ ഒത്തിരി ടൈം ഇരിക്കുന്നത് പൈൽസിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൈൽസിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഫിഷർ എന്നുള്ളത് നോക്കാം. ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ വശങ്ങളിലായിട്ട് ഉണ്ടാകുന്ന ചെറിയ വിണ്ടുകീറലുകൾ അല്ലെങ്കിൽ മുറിവിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെ കട്ടിയായിട്ട് മലം പോകുന്നതും അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള മലബന്ധമാണ്. ഇങ്ങനെ വളരെ കട്ടിയായിട്ട് മലം പോകുന്ന സമയത്ത് ഒത്തിരി സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. ആ ഒരു സമയത്ത് മലദ്വാരത്തിൻ്റെ വശങ്ങളിലായിട്ട് ചെറിയ വിണ്ടുകീറൽ വരാൻ ഇത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ പ്രസവത്തിന് ശേഷം ഫിഷർ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലം പോകുന്ന സമയത്ത് കടുത്ത അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും. അതായത് പേഷ്യൻസ് വന്നിട്ട് പറയും, ഡോക്ടർ ഇങ്ങനെ കീറി മുറിക്കുന്നത് പോലത്തെ വേദനയാണെന്നൊക്കെ. ഇങ്ങനെ മലം പോകുന്ന സമയത്ത് ഉള്ള ഈ ഒരു വേദന മലം പോയി കഴിഞ്ഞതിന് ശേഷം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ടോയ്ലറ്റിൽ പോകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പേടി തോന്നുന്നൊരു കാര്യമായിരിക്കും. കാരണം ഈ വേദനയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നില്ല. പിന്നെ മലത്തിൻ്റെ കൂടെ നീളത്തിൽ രക്തത്തിൻ്റെ കറ കാണാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് പൈൽസ്, ഫിഷർ ഒരുമിച്ച് വരാറുണ്ട്. അതായത് മലദ്വാരത്തിനകത്തു നിന്നൊരു തടിപ്പ് പോലെയും പുറത്തേക്ക് വരാം, പിന്നെ അതിൻ്റെ മലദ്വാരത്തിൻ്റെ വശങ്ങളിലായിട്ട് മുറിവ് പോലെയും വരാറുണ്ട്. ഇങ്ങനെ കാണുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫിസ്റ്റുല എന്നുള്ളത് നോക്കാം. ഫിസ്റ്റുല എന്ന് പറയുന്നത് മലാശയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക്, അതായത് മലദ്വാരത്തിൻ്റെ
പുറത്ത് വശങ്ങളിൽ എവിടെയെങ്കിലും ആയിട്ട്, അതായത് മലദ്വാരത്തിന് മുൻവശത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ആയിട്ട് കാണുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതായത് വൻകുടലിൻ്റെ ഉൾഭാഗത്ത് നിന്നോ മലദ്വാരത്തിൻ്റെ ഉൾഭാഗത്ത് നിന്നോ ഒക്കെ തൊലിപ്പുറത്തേക്കുള്ള ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആനൽ ഗ്ലാൻഡ് ഇൻഫെക്ഷൻ ആണ്. അതായത് നമ്മുടെ മലദ്വാരത്തിനകത്തായിട്ട് ചെറിയ ഗ്രന്ഥികളുണ്ട്, അതായത് ആനൽ ഗ്ലാൻഡ്സ്. ചില കാരണങ്ങൾ കൊണ്ട് ഇതിൽ ഇൻഫെക്ഷൻ വരാം. ഇതിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കാനായിട്ട് കാരണമാകും, ആപ്സസ് ഫോം ചെയ്യാനായിട്ടും കാരണമാകുന്നുണ്ട്. ഈ പഴുപ്പിന് പുറത്തേക്ക് വരാനായിട്ട് ഒരു വഴി, ഒരു റൂട്ട് വേണം. അത് കാരണം അവിടെ നിന്ന് സ്കിന്നിലേക്ക് പുറത്തേക്ക് ഒരു ട്രാക്റ്റ് ഫോം ചെയ്യും. ഈ പഴുപ്പ് പോയി കഴിഞ്ഞാലും അകത്തുള്ള ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാക്റ്റ് അടയാതെ വരും. അങ്ങനെയാണ് ഫിസ്റ്റുല ഉണ്ടാകുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടല്ല. അതായത് ഇടയ്ക്കൊന്ന് വരും, കുറച്ച് പഴുപ്പും ബ്ലഡൊക്കെ പോവും, പിന്നെ കുറച്ച് കാലത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പിന്നെയും വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കേ വരുന്ന ഒരു ഇൻഫെക്ഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓപ്പണിങ്ങിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് പോകും. ഈ പഴുപ്പിൻ്റെ കൂടെ ബ്ലഡും മിക്സ് ചെയ്തിട്ട് പോകാറുണ്ട്. ഇങ്ങനെ പഴുപ്പ് പോകുന്നത് കാരണം ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അതുപോലെ തന്നെ മലം പോകുന്ന സമയത്ത് വേദന വരാം, അതുപോലെ ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തൊക്കെ വേദന ഉണ്ടാകാം. പിന്നെ ചില സമയത്ത് ഈ ഒരു ഓപ്പണിങ്ങിന് ചുറ്റും ചൊറിച്ചിൽ വരാം, അതുപോലെ തന്നെ സ്വെല്ലിങ്, റെഡ്നെസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഫിസ്റ്റുലയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതൊക്കെ നോക്കി. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് നിയന്ത്രിക്കാനായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, എന്തൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളാണ് ഫൈബർ അടങ്ങിയിട്ടുള്ളവ. അതായത് പഴവർഗ്ഗങ്ങളാണെങ്കിൽ ആപ്പിൾ, പേരക്ക, പപ്പായ, ഓറഞ്ച്, പൈനാപ്പിൾ, മുസമ്പിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് നോക്കുക, അത് ജ്യൂസ് അടിച്ച് കളയാതെ നോക്കുക. ഇങ്ങനെ ജ്യൂസ് അടിച്ച് കളയുന്ന സമയത്ത് അതിൽ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടും, പിന്നെ നമ്മളത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക, അതായത് ചീര, മുരിങ്ങയില എന്നിവയൊക്കെ കഴിക്കുക. അതുപോലെ പയറുവർഗ്ഗങ്ങളാണെങ്കിൽ ചെറുപയർ, കടല, പരിപ്പൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ധാന്യങ്ങൾ, അതായത് ഓട്സ്, ഹോൾ വീറ്റ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ജലാംശം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഈ വെള്ളരിക്ക, തണ്ണിമത്തനൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ കാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ ഒക്കെ കഴിക്കുന്നതും നല്ലതാണ്. പിന്നെ ദഹനപ്രക്രിയ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്ന വെളുത്തുള്ളി, മഞ്ഞൾ, ജീരകമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ കൂടാതെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളവർ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കണം. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത്? ഇതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് പ്രൊസസ്ഡ് ഫുഡ്സ്, അതുപോലെ ബേക്കറി പലഹാരങ്ങൾ, പിന്നെ കൃത്രിമ നിറങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ കൂടുതൽ മസാലകൾ ആഡ് ചെയ്തിട്ടുള്ളതും കൂടുതൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളതും കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. പിന്നെ മൈദ, അതുപോലെ പാലുൽപ്പന്നങ്ങളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. പിന്നെ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യം റെഡ് മീറ്റ്, അതായത് മട്ടൺ, ബീഫ്, പോർക്ക്, ഇതിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും ഒഴിവാക്കാം. പിന്നെ ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാം. പിന്നെ കഴിക്കുകയാണെങ്കിൽ തന്നെ അധികം മസാലകളൊന്നും ഇടാത്ത രീതിയിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കാം. അതുപോലെ ഷെൽഫിഷുകളായിട്ടുള്ള ചെമ്മീൻ്റെ ഒക്കെ ഉപയോഗം കുറയ്ക്കാം. പിന്നെ കഫീൻ ആഡ് ചെയ്തിട്ടുള്ള പാനീയങ്ങൾ, അതായത് കോഫി, അതുപോലെ എനർജി ഡ്രിങ്കുകളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കാം. പിന്നെ മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. കാരണം മദ്യപിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വരികയും അത് കാരണം കോൺസ്റ്റിപ്പേഷൻ വരികയും പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് അത് കാരണമാകുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വട്ടപ്പാത്രത്തിൽ ഒരു 1/4 ഭാഗത്തോളം ഇളം ചൂടുവെള്ളം എടുക്കുക. ഇതിൽ ഒരു 4-5 സ്പൂൺ കല്ലുപ്പിടുക. അതിനുശേഷം മലദ്വാരം അതിൽ മുങ്ങുന്ന രീതിയിൽ ഇരിക്കാനായിട്ട് നോക്കുക. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക. ഒരു ദിവസത്തിൽ ഒരു 2-3 തവണ ഇങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. ഇത് മലദ്വാരത്തിൻ്റെ ഭാഗത്തായിട്ട് വന്നിട്ടുള്ള മുറിവുകൾ ഉണങ്ങാനും അതുപോലെ ബ്ലീഡിങ്ങും വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതുവഴി ഉണ്ടാകുന്ന അണുബാധ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് തലേദിവസം രാത്രി ഒരു 3-4 അത്തിപ്പഴം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കൺസൾട്ട് ചെയ്യാനാവുന്നതാണ്. ഈ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഫോണിലൂടെ വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിന് ശേഷം മരുന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ലക്ഷണങ്ങൾ പൂർണ്ണമാക്കി മനസ്സിലാക്കിയതിന് ശേഷം അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണയം നടത്തുകയും പിന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടുമാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ വിഷ്ണുപ്രിയ, ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നന്ദി.